സംസ്ഥാനത്ത് നാളെ വോട്ടെടുപ്പാണ്. ഇരട്ട വോട്ടും കള്ളവോട്ടും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. പോളിംഗ് ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ക്രമസമാധാനം ഉറപ്പാക്കാനും വിപുലമായ സംവിധാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇരട്ട വോട്ടും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും വൻവിവാദമായ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാർ മുതൽ കളക്ടർമാർ വരെയുള്ള ജില്ലാതല ഉദ്യോഗസ്ഥർ വരെ സാധ്യമായതെല്ലാം ചെയ്യണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കിയ കേരളത്തിൽ 2.71 കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. 1,39,21,868 സ്ത്രീ വോട്ടർമാരും 1,32,20,811 പുരുഷ വോട്ടർമാരും വോട്ടർ പട്ടികയിലുണ്ട്. 40 വയസ്സിന് താഴെയുള്ള യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ മുന്നിലുള്ളത് പുരുഷ വോട്ടർമാരാണ്. സംശയമുള്ള വോട്ടർമാരുടെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി ബൂത്ത് ഏജന്റുമാർ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറണമെന്നും കർശന നിർദ്ദേശം നിലനിൽക്കുന്നു. 76,203 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. 140 കമ്പനി കേന്ദ്രസേനയും 20 കമ്പനി തമിഴ്നാട് സേനയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. 1.46 ലക്ഷം ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ചുമതലയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം മലയാളികൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. 140 മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനായി സുതാര്യമായ വോട്ടിംഗ് സംവിധാനം ഒരുക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഉദ്യോഗസ്ഥരുടെയും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അത് ഉറപ്പാക്കാനായാൽ നിഷ്പക്ഷവും നിർഭയമായും ജനം വിധിയെഴുതി തുടങ്ങും. തിരുവനന്തപുരത്തു നിന്നും കെ ബി ശ്യാമപ്രസാദ്, ജനം. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചില്ലെന്ന ആക്ഷേപം ഉന്നയിച്ചുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് 2 മണിക്കൂറിനകം നൽകണം. അപേക്ഷ പരിഗണിച്ച് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കണം. എല്ലാവർക്കും പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചുവെന്ന് ഉറപ്പാക്കണം. ആരുടെയും വോട്ടവകാശം തടയാനാവില്ലെന്നും ഹൈക്കോടതി. പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും പോളിംഗ് ഏജന്റുമാരുടെയും വോട്ടവകാശം തടയാനാവില്ല. ഇലക്ഷൻ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്നും ഇടക്കാല ഉത്തരവ്. കേരള NGO യൂണിയന്റെ ഹർജിയിലാണ് ഇടപെടൽ. മുസ്ലിം ലീഗിനെ പാകിസ്ഥാനുമായി വിശേഷിപ്പിച്ച് തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V. അബ്ദുറഹ്മാൻ. മണ്ഡലത്തിൽ മത്സരം നടക്കുന്നത് ഭാരതവും പാകിസ്ഥാനും തമ്മിലാണെന്നാണ് അബ്ദുറഹ്മാൻ പറഞ്ഞത്. താനൂരിൽ 2 തവണ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ഇത്തവണ തനിക്ക് ഹോം മാച്ച് ആണെന്നും കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ എതിരാളികൾ പറയുന്നു നമ്മൾ താനൂരിൽ നിന്നും തോറ്റുമടങ്ങിയെന്ന്. 2 മാച്ച് നമ്മൾ കളിച്ചു. താനൂരിൽ പാകിസ്ഥാനിൽ വെച്ച് കളിച്ചു. 2ലും അവരെ തോൽപ്പിച്ചു. ഇത് 3ാമത്തെ മാച്ച്. അത് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തിരൂരിൽ വെച്ച് കളിക്കുന്നു. ആ ഹോം ഗ്രൗണ്ടിലെങ്കിലും മെസ്സി വരുമെന്ന് കരുതിയതാണ്, പക്ഷേ നടന്നില്ല. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്ത. AC-കൾക്ക് up to 50% ഡിസ്കൗണ്ടുമായി ഗോപു നദിരജീവ ചില്ലാക്സ് ഓഫർ. ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, 0% ഡൗൺ പേയ്മെന്റ് ആൻഡ് 0% ഇൻട്രസ്റ്റ്. ഈസി EMI. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നേടൂ നറുക്കെടുപ്പിലൂടെ 5 കാറുകൾ. ഗോപു